അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. കഴിഞ്ഞൊരു ദിവസം അനാഥ കുട്ടികൾക്കുള്ള മാസത്തിൽ നൽകുന്ന സ്കോളർഷിപ്പ് വിതരണത്തിന് വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ട സംഗമം അവസാനിക്കാറായ സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടിയെയും പിടിച്ച് ഒരു വിധവയായ ഒരു സഹോദരി വന്നു പറഞ്ഞു, കഴിഞ്ഞ സംഗമത്തിലും ഈ സംഗമത്തിലും പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെടാത്തവളാണെങ്കിലും ഞാൻ എൻ്റെ കുട്ടികളുമായി വന്നിരുന്നു ഈ സ്കോളർഷിപ്പിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ സ്വാഭാവികമായും ഭർത്താവിൻ്റെ മരണം, ഇപ്പോഴത്തെ അനാഥത്വം, അതെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു. അവിടെ ആലോചിച്ചൊരു കാര്യം, ഈ പെരുന്നാൾ വരാൻ പോകുന്നു. ഇത്തരമൊരു സന്ദർഭത്തിൽ തൻ്റെ കുട്ടികൾക്ക് വളരെ അഭിമാനത്തോടുകൂടെ തൻ്റെ ഭർത്താവിൽ നിന്ന് പണം വാങ്ങി വസ്ത്രവും പുതുവസ്ത്രവുമെല്ലാം നൽകേണ്ട ഒരു സാഹചര്യം തനിക്കില്ല. എത്ര തന്നെ സമ്പന്നരും സൗകര്യമുള്ളവരുമാണെങ്കിലും തൻ്റെ ബന്ധുക്കളിൽ നിന്ന് പണം സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മനോവേദന കൂടെ അവരുടെ സംസാരത്തിലുണ്ട്. സ്വന്തം മക്കൾ പറയുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ പണമില്ലെന്ന് പറയേണ്ടി വരുന്ന മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ഭയാനകമാണ്. അതുകൊണ്ട് തന്നെ എത്ര സാമ്പത്തിക ഞെരുക്കമുള്ളവരായിരുന്നാലും തങ്ങളുടെ സാമ്പത്തിക പ്രയാസം മക്കളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമാവാതിരിക്കാൻ കടം വാങ്ങിയെങ്കിലും അതവർ നിർവഹിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ വിസ്ഡം സ്റ്റുഡൻസ് ഈദ് കിസ്വ എന്ന പേരിൽ പെരുന്നാൾ വസ്ത്ര വിതരണം നടത്തുന്നത്. ഉടനെ തന്നെ ഈ കുട്ടികൾക്ക് പെരുന്നാളിനുള്ള വസ്ത്രം ഈദ് കിസ്വയിൽ നിന്ന് നൽകാൻ അവിടുത്തെ പ്രവർത്തകന്മാരുമായി അവരെ ബന്ധപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. 1300 രൂപ മാത്രമാണ് ഒരു കുട്ടിക്ക് വേണ്ടി നാം നൽകുന്നത്. അവിടെ ഒരു മാതാവും അല്ലെങ്കിൽ ഒരു പിതാവും ഒരു കുടുംബവും സന്തോഷത്തിലാകുന്നു. ആ കുട്ടി നല്ലൊരു ഉടുപ്പ് ധരിക്കുന്നതോടൊപ്പം തന്നെ അതും അഭിമാനത്തോടെ അവർക്ക് വാങ്ങാൻ ടെക്സ്റ്റൈൽസിൽ പോയി സാധാരണ വസ്ത്രമെടുക്കുന്ന പോലെ അവർക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഈ റമദാനിലെ പുണ്യത്തിൽ ദാനധർമ്മങ്ങൾ ഏറെ നൽകേണ്ട സന്ദർഭത്തിൽ നമ്മളും ഒരു കുട്ടിക്ക് സാധിക്കുമെങ്കിൽ 1300 രൂപ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഈദ് കിസ്വ പദ്ധതിയിലേക്ക് നൽകാൻ പരിശ്രമിക്കുക. ഒരു നന്മ അറിയിച്ചു തരുന്നതിലും നന്മയുണ്ട്. അത് കേട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഈ അറിയിച്ചു തരുന്നവർക്കും ആ നന്മ ലഭിക്കുമല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ.